കോഴ്സ് അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നി. അപ്പോഴാണ് ഞാൻ എൻ്റെ ലെറ്റർ ബോക്സ്ഡ് അക്കൗണ്ടിനെ പറ്റി ആലോചിച്ചത്. അതിൽ ഞാൻ മൂവീസ് ലോഗ് ചെയ്യാറുണ്ട് ആക്ച്വലി, ബട്ട് അതിൻ്റെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു മൂവീസ് ഞാൻ കാണാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും സിനിമ നോക്കി റാൻഡമായിട്ട് പിക്ക് ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ മൂവീസ് ആഡ് ചെയ്തത് ഇടുന്നതല്ലാതെ ഞാൻ അതിൽ നിന്നൊന്നും ചെക്ക് ചെയ്തെടുത്ത് കാണാറില്ല. സോ അപ്പോൾ ഇന്ന് ആ വാച്ച് ലിസ്റ്റിൽ തോന്നെ മൂവീസ് ഉണ്ട്, അതിൽ മാക്സിമം കാണാൻ പറ്റുന്ന മൂവീസ് എല്ലാം ഇന്നൊന്നും കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു റിവ്യൂ അല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. റിവ്യൂ പറയാൻ ഞാൻ വലിയൊരു ക്രിട്ടിക്കൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ മൂവീസ് കണ്ടിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള മാക്സിമം മൂവീസ് ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം 5 സിനിമയാണ് ഇന്നലെ കൊണ്ട് കണ്ടത്. എനിക്ക് 24 മണിക്കൂറും സിനിമ കാണാനുള്ളൊരു ഇതില്ല, എനിക്ക് ഉറങ്ങാനും എല്ലാത്തിനൊക്കെ ഉള്ള ടൈം വേണം. അപ്പോൾ ആ ടൈമെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ മാക്സിമം ഇന്നലെ കാണാൻ നോക്കിയത്. അപ്പം 5 എണ്ണം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 5 സിനിമ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിയൽ പെയിൻ എന്ന് പറയുന്ന മൂവി തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ച് എന്തിനാണ് ഈ സിനിമയ്ക്ക് ഇത് റിയൽ പെയിൻ എന്ന് പറയുന്ന പേരിട്ടത്. ഞാൻ ചിന്തിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഉത്തരം മനസ്സിലായി. ആ മൂവിയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് 2 കസിൻസ് അവരുടെ ഗ്രാൻഡ് മദർ പണ്ട് താമസിച്ച സ്ഥലത്തോട്ട് പോയി നോക്കുന്നതാണ്. ഒരു ടൂർ പോലെ. പോളണ്ടിൽ നടന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഹോളോകോസ്റ്റ് നടന്ന സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്ക് അവർ പോവുകയാണ് അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം. അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളെ പറ്റിയാണ് ഈ സിനിമ. ഈ മൂവിയിൽ എടുത്ത് പറയേണ്ടത് കെയറിൻ കൾക്കിൻ്റെ പെർഫോമൻസ് ആണ്. ഒരു ഓസ്കാർ വർത്തി പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കെയറിൻ കൾക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയാം. പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, ബട്ട് പുള്ളി ചെയ്തൊരു ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹോം അലോണിലെ ആ കുട്ടി അത് അദ്ദേഹമാണ്. പിന്നെ കൂടെ ഉള്ളത് ജെസ്സി ഐസൻബർഗ് ആണ്. പുള്ളി തന്നെയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നതും. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല സ്ക്രിപ്റ്റാണ്. വലിയൊരു കഥാസന്ദർഭം നടക്കുന്നു അങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് 2 ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷണൽ ജേണിയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അവരുടെ ഈ ഒരു ബോണ്ടിന് എന്ത് പറ്റി, പണ്ട് എങ്ങനെയായിരുന്നു, അതൊക്കെ എക്സ്പ്ലോർ ചെയ്താണ് ഈ സിനിമ പോകുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പേസിംഗ് ആണ്. ഈ കഥയ്ക്ക് എന്ത് പേസാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ രീതി തന്നെയാണ് സിനിമയുടെ പേസിങ്ങും പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ സിനിമ കണ്ടിരിക്കണമെന്നാണ്. അടുത്ത മൂവി എന്ന് പറയുന്നത് ദി അയൺ ക്ലോ എന്ന് പറയുന്ന മൂവിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. വോൺ എറിക് എന്ന് പറയുന്ന ഒരു റെസ്ലിംഗ് ഫാമിലിയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതൊരു സ്പോർട്സ് ഡ്രാമയാണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അതായത് നമ്മളെ സാധാ സ്പോർട്സ് ഡ്രാമയുടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, കൂടുതലും മാച്ചസും അതൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല. മാച്ചസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, മാച്ചസ് ഉണ്ട്, ബട്ട് അതിലല്ല ഫോക്കസ്. ശരിക്കും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സ്പോർട്സ് ഡ്രാമയായിട്ട് തന്നെ എനിക്ക് കണക്കാക്കാൻ തോന്നുന്നില്ല. കാരണം ദിസ് ഈസ് എ സ്റ്റോറി അബൌട്ട് ബ്രദർഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കാണിക്കുന്ന ഒരു ഫാമിലിയുടെ ലൈഫ് സൈക്കിളാണ്. ഈ ഒരു ഓണറിക് ഫാമിലി എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ ബ്രദേഴ്സ് തമ്മിലുള്ളൊരു ബോണ്ട്, അച്ഛനും മക്കളും തമ്മിലുള്ളൊരു കണക്ഷൻ, അതൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഈ സിനിമ റിയലി എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് പറയുന്നത് ഏതൊരു മൂവിയായാലും അതെനിക്ക് ഇമോഷണലി കണക്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ സിനിമ അതുപോലെ തന്നെയാണ്, എനിക്ക് ഇമോഷണലി നല്ല രീതിക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമ ഏറ്റവും മികച്ചതായിട്ടും തോന്നിയത്. സോ ഇതിലെ ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ നല്ലതുപോലെ തന്നെയാണ് അവരുടെ റോള് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി സാക്ക് എഫ്രോൺ ആണ് ഇതിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ്. പിന്നെ ഞാൻ അറിയേണ്ട ഈ സിനിമയ്ക്ക് ഒരു ഓസ്കാർ നോമിനേഷനോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ റിയലി സർപ്രൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. സ്പോർട്സ് കാറ്റഗറി ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ഈ സിനിമ കണ്ടിരിക്കേണ്ടത്. നല്ലൊരു ഫാമിലി മൂവി അല്ലെങ്കിൽ ഒരു ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കേണ്ടതാണ്. അടുത്തായിട്ട് ഞാൻ കണ്ടത് ഫ്ലോ എന്ന് പറയുന്നൊരു സിനിമയാണ്. ഇതൊരു ഫ്രഞ്ച് മൂവിയാണെന്നാണ് തോന്നുന്നത്. ഈ സിനിമയിൽ ഡയലോഗ്സ് ഒന്നുമില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പൂച്ചയെ പറ്റിയിട്ടുള്ള കഥയാണ്. അപ്പം അതൊരു സ്ഥലത്തു നിന്ന് സർവൈവ് ചെയ്യുന്നൊരു കഥയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഈ മൂവിയിൽ സർക്കംസ്റ്റാൻസസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളത് കണ്ട് തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആനിമേഷൻ മൂവി ആയതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല ഇത് കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റും. കുട്ടികളുടെ സിനിമയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം ഇതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. സോ ഇത് സാധാ കൺവെൻഷണൽ ഡിസ്നി മൂവീസ് കണക്കല്ല. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഈ ആനിമൽസ് ക്യാരക്ടറായിട്ട് വരുന്ന. അതിലെല്ലാം ആനിമൽസ് സംസാരിക്കും. ഇതിൽ ആനിമൽസ് സംസാരിക്കുകയില്ല. സാധാരണ അവരെന്ത് സൗണ്ടാണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പോകുന്നൊരു സർവൈവൽ സ്റ്റോറിയാണിത്. ആനിമേഷൻ മൂവീസ് ഇഷ്ടമല്ലാത്തൊരു ഈ സിനിമ കാണാൻ നിൽക്കരുത്. അവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടമാവാൻ ചാൻസ് ഇല്ല. ഒന്നാമത്തെ കാര്യം ഈ മൂവീസ് ഡയലോഗ് ഇല്ല, പിന്നെ ഇത് ആനിമേഷനാണ്. അപ്പോൾ ഇത് ഭയങ്കര സൈലൻ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ പൂച്ചയും അതിൻ്റെ കൂടെയുള്ള ഈ പട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ലാതെ ഇതിനകത്തൊരു ഡയലോഗ്സ് അങ്ങനെയൊന്നുമില്ല. ഈ ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു സിനിമ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടുവെക്കുക. ഈ സിനിമ ഒരുപാട് അവാർഡ്സൊക്കെ വാങ്ങിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് സട്ടം എൻ കയ്യിൽ എന്ന് പറയുന്നൊരു മൂവിയാണ് ഞാൻ കണ്ടത്. എനിക്ക് ത്രില്ലർ സിനിമാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ സെലക്ട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ ഞാൻ കണ്ടിട്ടാണ് ഈ സിനിമ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇന്നലെ ഞാൻ അതെടുത്ത് കണ്ടു. തമിഴിൽ അത്യാവശ്യം ഒരുപാട് ത്രില്ലേഴ്സ് റിലീസ് ആവാറുണ്ട്. എല്ലാത്തിൻ്റെ നിലവാരം വളരെ നല്ലതാണോന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു സിനിമയുടെ നിലവാരം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. മേക്കിങ്ങിലും ഒക്കെ ആയാലും ഈ സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആവറേജ് സിനിമ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതിലെ നടന് ആദ്യം ഒരു വലിയൊരു ഇൻസിഡൻറ്റ് നടക്കും. അതിനുശേഷം പുള്ളി ഒരു പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം അവിടെ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കഥയാണ് ഇതിൽ മൊത്തം കാണിക്കുന്നത്. ലാസ്റ്റ് ആകുമ്പോൾ ഒരു ട്വിസ്റ്റൊക്കെ വരുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഇതൊരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. വൺ ടൈം നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണ്. അടുത്തത് ഞാൻ കണ്ടത് ദ സ്മൈൽ മാൻ എന്ന് പറയുന്നൊരു തമിഴ് മൂവിയാണ്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ത്രില്ലർ മൂവീസ് തപ്പി കണ്ടുപിടിച്ച് പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ഒറ്റവാക്കി ചോദിക്കണമെങ്കിൽ കൊള്ളത്തില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. കാര്യം ഈ സിനിമ തുടങ്ങിയപ്പോൾ തന്നെ 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 years ലേറ്റർ എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അവർ എന്തിനിത് 5 years ലേറ്റർ എന്ന് കാണിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന് മുമ്പ് അവരൊന്നും കാണിച്ചിട്ടില്ല. അവരുടനെ ആദ്യം സിനിമ തുടങ്ങുമ്പോൾ തന്നെ 5 years ലേറ്റർ എന്തൊരു കഴിഞ്ഞതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ പടം എന്ന് പറയുന്നത് നമ്മളെ ശരത് കുമാറിൻ്റെ 150ാമത്തെ സിനിമയാണ്. ആ ടൈറ്റിൽ കാർഡൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. പുള്ളിയുടെ പെർഫോമൻസ് ഓക്കെയാണ്. പുള്ളി ഒരു നല്ലൊരു ആക്ടറാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് പുള്ളി നല്ലോണം അദ്ദേഹത്തിന് കിട്ടിയ റോള് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വൺ ലൈനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അമ്നേഷ്യയുള്ളൊരു പോലീസ് ഓഫീസർ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കഥ. അപ്പോൾ അത് എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ കണ്ടത്. കണ്ടപ്പോൾ മനസ്സിലായി ഇതിൽ അമ്നേഷ്യ എന്ന് പറയുന്നത് വെറും ഫോർ നെയിം സേക്കിനാണ് ഇവരിത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ പുള്ളിക്ക് അമ്നേഷ്യ ഉള്ളതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഒന്നും സ്റ്റോറിയിൽ ഇത് ഉണ്ടാവുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ചുമ്മാ ഒരു പേരിന് അമ്നേഷ്യ ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഓരോന്ന് മറന്നു പോകുന്നതും കാണിക്കും. അത് തന്നെ. പിന്നെ സിനിമ കണ്ട് പകുതി എത്തുമ്പോൾ ഇതിലെ സൈക്കോ കില്ലർ ആരെ വേണോ കൊല്ലട്ടെ, എന്ത് വേണോ ചെയ്യട്ടെ എന്നാവും നമ്മൾ മൈൻഡ് സെറ്റ്. നമ്മൾ വി ഡോണ്ട് കെയർ എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ആവും. അങ്ങനെയാവും സിനിമയുടെ ലാസ്റ്റ്. പിന്നെ അവർ എന്തൊക്കെയോ കാണിച്ച് സിനിമയൊക്കെ നിർത്തും. ഇതാണ് പടം. ലാസ്റ്റ് പുള്ളിയൊരു ഓർമ്മ മൊത്തം പോകുന്നൊക്കെ കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം എനിക്കൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത്. മേക്കിംഗ് ആയാലും സിനിമയുടെ സ്റ്റോറി പറയുന്ന രീതിയായാലും എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ക്ലിയർലി. കാരണം ത്രില്ലേഴ്സൊക്കെ വൺ ടൈം വാച്ചബിൾ എന്നെങ്കിലും പറയാൻ കൊള്ളാം. ഇതെനിക്ക് അങ്ങനെ പോലും പറയാൻ തോന്നുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നലെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് എടുത്ത് കംപ്ലീറ്റ് ചെയ്ത മൂവീസ്. ഇതെൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് മാത്രം കണ്ടാൽ മതി. റിവ്യൂ ആയിട്ടൊന്നും കണ്ട റിവ്യൂ പറയാനൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും അറിയത്തില്ല. ഞാനൊരു ഓഡിയൻസിൻ്റെ നിലയിലൊരു അഭിപ്രായം. നമ്മളേതെങ്കിലും ഒരു ഫ്രണ്ട് ചോദിക്കില്ലേ പോയി കണ്ട സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ കൊള്ളാമോ കൊള്ളൂലേ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കില്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഈ സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ അവസാനം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ബോയ്സ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.